Hello students, in the last class we have discussed price and output determination in the short run. Now we are going to discuss how we are determining the price and output in the long run. And we all know the difference between short run and long run. Short period or long period. Short period means what? So in the short period we do not get sufficient time to change the plant and machinery. സോ ഒരു ഷോർട്ട് പീരീഡിലേക്കാണ് നമ്മളൊരു ഗുഡ്സ് മാർക്കറ്റിലേക്ക് കൊടുക്കുന്നത് എങ്കിൽ പെട്ടെന്ന് ഡിമാൻഡ് കൂടിയാൽ പോലും വി ആർ നോട്ട് എബിൾ ടു മേക്ക് എനി ചേഞ്ചസ് ഇൻ ദി സപ്ലൈ. കാരണം എക്സിസ്റ്റിംഗ് സ്റ്റോക്ക് എന്താണോ അതാണ് നമ്മൾ മാർക്കറ്റിൽ കൊടുക്കുന്നത്. അതിലും കൂടുതൽ ഇനി നമുക്ക് ഡിമാൻഡ് മീറ്റ് ചെയ്യണമെങ്കിൽ സപ്ലൈ ഇനിയും കൂട്ടണം. പക്ഷെ അതിനുള്ള ടൈം നമുക്കില്ല. അതാണ് ഈ ഷോർട്ട് റണ്ണിൽ വരുന്നത്. പക്ഷേ ലോങ് റൺ ആണെങ്കിലോ during the long run there will be sufficient time for the existing firms to expand their production by installing new plants and machineries. ഒരു ലോങ് റൺ പീരീഡിലേക്ക് ടാർഗറ്റ് ആയിട്ടാണ് നമ്മളൊരു പ്രൊഡക്റ്റ് കൊടുക്കണമെന്ന് വിചാരിക്കുക. നമ്മൾ സപ്ലൈ ചെയ്തു, പക്ഷെ പെട്ടെന്ന് മാർക്കറ്റിൽ അതിൻ്റെ ഡിമാൻഡ് കൂടി എന്ന് വിചാരിക്കാം. ഡിമാൻഡ് കൂടിയാലും കുഴപ്പമില്ല, നമുക്കത് മീറ്റ് ചെയ്യാൻ പറ്റും. സപ്ലൈ കൂട്ടിയാൽ പോരെ? ആ സപ്ലൈ കൂട്ടാനും, കാരണം ഇനി സപ്ലൈ കൂട്ടണമെങ്കിൽ പ്രൊഡക്ഷൻ നടത്തണം. റോ മെറ്റീരിയൽ മേടിച്ച് പ്രൊഡക്ഷൻ നടത്തി അത് ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ആക്കിയിട്ട് വേണം മാർക്കറ്റിൽ എത്തിക്കാൻ. പക്ഷേ വി വിൽ ഗെറ്റ് സഫിഷ്യൻറ്റ് ടൈം. കാരണം ഒരു ലോങ് റൺ പീരീഡിലേക്കാണ് നമ്മൾ ഗുഡ്സ് മാർക്കറ്റിൽ എത്തിക്കുന്നത്. അതാണ് ലോങ് റൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. And they are saying that in the long run supernormal profit disappears. ലോങ് റണ്ണിൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഉണ്ടാവില്ല. സോ വി ഷുഡ് നോ വാട്ട് യു മീൻ ബൈ സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. എപ്പോഴാണ് ഒരു കമ്പനി പ്രോഫിറ്റ് ഏൺ ചെയ്യണത്? എപ്പോഴാണ് പ്രോഫിറ്റ്? യെസ്, വെൻ ദേ ഏൺ മോർ റവന്യൂ ദാൻ ഇറ്റ്സ് കോസ്റ്റ്. അതാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്, റൈറ്റ്? സോ ഷോർട്ട് റൺ എടുക്കുകയാണെങ്കിൽ they are saying that in the short period the firms have been earning supernormal profit or abnormal profit. ഷോർട്ട് പീരീഡ് ആണെങ്കിൽ they are able to earn short run supernormal profit or abnormal profit. കാരണം എന്താണ്? they are earning more revenue than its cost. That is, average revenue is greater than average cost. Clear? Average revenue is greater than average cost. കോസ്റ്റിനേക്കാളും കൂടുതൽ റവന്യൂ കിട്ടി. ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയപ്പോൾ വന്ന കോസ്റ്റ് 100ഉം അതിന് പ്രൈസ് നമ്മൾ കൊടുത്ത് മാർക്കറ്റിൽ എത്തിച്ചപ്പോൾ നമുക്ക് 200ഉം കിട്ടി. സോ ദ റവന്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ഇറ്റ്സ് കോസ്റ്റ്. അങ്ങനെയുള്ളതിനെ നമ്മൾ എന്ത് പറയുക? സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ ലോങ് റൺ എത്തുമ്പോഴേക്കും അവിടെ പ്രോഫിറ്റ് ഡിസപ്പിയർ ആകുമെന്നാണ് പറയുന്നത്. കാരണം എന്താണ്? ഷോർട്ട് റണ്ണിൽ നോർമൽ പ്രോഫിറ്റിനേക്കാളും കൂടുതൽ, അതായത് അബ്നോർമൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുമ്പം ഇത് കണ്ട് അട്രാക്റ്റഡ് ആയിട്ട് ന്യൂ ഫേംസ് മേ എൻ്റർ ഇൻ ടു ദി മാർക്കറ്റ്. ഓക്കെ, നല്ല പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ഇൻഡസ്ട്രിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ഫേംസ് അതിവിടേക്ക് എൻ്റർ ചെയ്യും. അപ്പം നമ്പർ ഓഫ് ഫേംസ് കൂടുമ്പോൾ അത്രയും പ്രൊഡക്ഷൻ കൂട്ടണ്ടേ അവർക്കൊക്കെ, അല്ലേ? ഒരുപാട് ഫേംസായി, അവരൊക്കെ ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കുവാണ്, കാരണം അതിന് പ്രോഫിറ്റ് ഉള്ളതുകൊണ്ട്. സോ വെൻ ദ പ്രൊഡക്ഷൻ ഇൻക്രീസസ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസസ്, അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് കൂടും? അത്രയും പ്രൊഡക്റ്റുകൾ മാർക്കറ്റിലെത്തി, കോസ്റ്റ് കൂടി. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കൂട്ടിയപ്പോൾ ഓട്ടോമാറ്റിക്കലി കോസ്റ്റ് കൂടി. ആ കോസ്റ്റ് കൂടുന്നത് കൊണ്ട് തന്നെ റവന്യൂ അവിടെ കുറയും. കോസ്റ്റ് കൂടി, സപ്ലൈയും കൂടി. സപ്ലൈ ഓൾസോ ഇൻക്രീസസ്, കാരണം അത്രയും നമ്പർ ഓഫ് ഫേംസ് അതിലേക്ക് എൻ്റർ ചെയ്തു, അവരൊക്കെ പ്രൊഡക്ഷൻ നടത്തുവാണ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്ത് സംഭവിക്കും? സപ്ലൈയും കൂടി ഇൻക്രീസ് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് എവിടെ ചെന്നാലും ആ പ്രൊഡക്റ്റ് കിട്ടും. ഓട്ടോമാറ്റിക്കലി ഇറ്റ്സ് പ്രൈസ്, വലിയ വിലയൊന്നും കിട്ടാണ്ടാവും, ഇറ്റ്സ് പ്രൈസ് ഡിക്രീസസ്. പ്രൈസ് ഡിക്രീസ് ചെയ്യാന്ന് വെച്ചാൽ അർത്ഥം ആവറേജ് റവന്യൂ ഡിക്രീസസ്, റവന്യൂ കുറയുന്നു. അങ്ങനെ റവന്യൂ കുറയുന്നത് കൊണ്ട് ലോങ് റണ്ണിൽ എന്തുണ്ടാവില്ല? സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഉണ്ടാവില്ല. ദേ ക്യാൻ ഏൺ നോർമൽ പ്രോഫിറ്റ് ബട്ട് ദേ വിൽ നോട്ട് ഗെറ്റ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ? ഷോർട്ട് റണ്ണിലെ പ്രോഫിറ്റ് കണ്ട് ഒരുപാട് ഫേംസ് മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നതും സപ്ലൈ കൂട്ടുന്നതും പ്രൊഡക്ഷൻ കൂട്ടുന്നതും അങ്ങനെ കോസ്റ്റ് കൂടുന്നത് കൊണ്ടൊക്കെയാണ് സംഭവിക്കുക. ലോങ് റണ്ണിൽ നോർമൽ പ്രോഫിറ്റ് കിട്ടുള്ളൂ, അബ്നോർമൽ പ്രോഫിറ്റോ സൂപ്പർ നോർമൽ പ്രോഫിറ്റോ ഉണ്ടാവില്ല. ഇതേ സിറ്റുവേഷൻ തന്നെയാണ് അടുത്തത് പോയിന്റ്. ഇൻ ദ ലോങ് റൺ ലോസ് ഡിസപ്പിയേഴ്സ്.
In the long run, loss disappears. That is, if during the short period the firms have been incurring losses, then in the long run the losing firms may leave the industry. ഷോർട്ട് റണ്ണിൽ ലോസിൽ റൺ ചെയ്യുന്നൊരു കമ്പനിയാണ് എങ്കിൽ ലോങ് റൺ എത്തണ വരെ അവർ വെയിറ്റ് ചെയ്യില്ല, അപ്പോൾ തന്നെ അവർ ഇൻഡസ്ട്രി വിടും. അതേപോലെ ലോസിലാണ് ഒരു ഫേം റൺ ചെയ്യണമെങ്കിൽ പുതിയ ഫേംസ് ഒന്നും അതിലേക്ക് എൻ്റർ ചെയ്യത്തുമില്ല. അപ്പോൾ വളരെ കുറച്ച് ഫേം മാത്രമേ ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ നമ്പർ ഓഫ് ഫേംസ് ഓട്ടോമാറ്റിക്കലി കുറഞ്ഞു, സപ്ലൈയും കുറഞ്ഞു, അതുകൊണ്ട് ആ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡും കൂടും. കാരണം എങ്ങും കിട്ടാനില്ല, അതിൻ്റെ പ്രൈസും കൂടും, ആവറേജ് റവന്യൂവും കൂടും. അപ്പോൾ ലോങ് റണ്ണിൽ എന്തുണ്ടാവില്ല, ബിഗിനിങ്ങിൽ ലോസ് ആണെങ്കിലും ലോങ് റൺ ആകുമ്പോഴേക്കും ആ ലോസൊക്കെ മാറി എന്താവുന്ന പറയണത് പ്രോഫിറ്റ് ആവും. സോ ഇൻ ദ ലോങ് റൺ ലോസ് ഡിസപ്പിയേഴ്സ്. ഓക്കെ, സോ ഹെൻസ് ഇൻ ദി ലോങ് റൺ ദ ഫേം ഈസ് ഇൻ ഈക്വിലിബ്രിയം വിച്ച് ഏൺ ഓൺലി നോർമൽ പ്രോഫിറ്റ്. അപ്പോൾ ലോങ് റണ്ണിലെ ഫേം എപ്പോഴാണ് ഇക്വിലിബ്രിയം പോയിന്റിലെത്തുന്നത്, വെൻ ദേ ഏൺ നോർമൽ പ്രോഫിറ്റ്. അതായത് ഒത്തിരി ഗ്രേറ്റർ ആവറേജ് റവന്യൂ ഗ്രേറ്റർ ദാൻ ആവറേജ് കോസ്റ്റാണ് അബ്നോർമൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. അത്രയും ഇല്ലെങ്കിൽ പോലും എന്ത് കിട്ടുന്നുണ്ട് അവർക്ക്, എന്ത് കിട്ടും, ദേ വിൽ ഗെറ്റ് നോർമൽ പ്രോഫിറ്റ്, ദാറ്റ് ഈസ് നോർമൽ അക്കൗണ്ടിങ് പ്രോഫിറ്റ് ഓർ സീറോ എക്കണോമിക് പ്രോഫിറ്റ്. ചിലപ്പോൾ പ്രത്യേകിച്ച് പ്രോഫിറ്റ് ഒന്നും ഉണ്ടാവില്ല, റവന്യൂ ഈക്വൽ ടു കോസ്റ്റ് ആയിരിക്കാം. എങ്ങനെ വന്നാലും നമുക്ക് സൂപ്പർ നോർമൽ പ്രോഫിറ്റോ അബ്നോർമൽ പ്രോഫിറ്റോ ഉണ്ടാവില്ല. ഓക്കെ, ആൻഡ് ഇൻ ദ ലോങ് റൺ ഓൾ ഫാക്ടേഴ്സ് ആർ വേരിയബിൾ. ഷോർട്ട് റണ്ണിൽ നമുക്ക് എല്ലാ ഫാക്ടേഴ്സും വേരി ചെയ്യാൻ പറ്റില്ല. ലേബറിൻ്റെ എണ്ണം ആണെങ്കിലും മെഷീനറിയുടെ കപ്പാസിറ്റിനും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, കാരണം ഇറ്റ് ഈസ് ഫോർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. പക്ഷേ ഇൻ ദ ലോങ് റൺ വി ക്യാൻ ചേഞ്ച് ഓൾ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, in the long run all factors are variable. Then the long run average cost and the long run marginal cost are relevant in output decision making. While taking the decision we are considering only the average cost and marginal cost. അത് രണ്ടും നോക്കിയിട്ടാണ് നമ്മൾ ലോങ് റണ്ണിലൊരു ഡിസിഷൻ, ഔട്ട്പുട്ട് ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത്. അതായത് ഏത് ഔട്ട്പുട്ട് എത്തുമ്പോഴാണോ ആവറേജ് കോസ്റ്റുകളും, അതായത് ലോങ് റൺ ആവറേജ് കോസ്റ്റും അതേപോലെ തന്നെ ലോങ് റൺ മാർജിനൽ കോസ്റ്റൊക്കെ മീറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ നോക്കും. അതനുസരിച്ചിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് ഡിറ്റർമിൻ ചെയ്യുന്നത്. സോ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ദ ഫേം ഈസ് ഇൻ ഈക്വിലിബ്രിയം വെൻ AR ഈക്വൽ ടു MR ഈക്വൽ ടു LAC ഈക്വൽ ടു LMC. അപ്പോൾ ഒരു ലോങ് റൺ പീരീഡിൽ ഒരു ഫേം എപ്പോഴാണ് ഇക്വിലിബ്രിയത്തിലെത്തുന്നത്, അവരുടെ ആവറേജ് റവന്യൂവും മാർജിനൽ റവന്യൂവും ആവറേജ് കോസ്റ്റും മാർജിനൽ കോസ്റ്റും ഈക്വൽ ആകുന്ന പോയിന്റ്, അതായത് നോർമൽ പ്രോഫിറ്റ്, കൂടുതൽ റവന്യൂ ഇല്ല കൂടുതൽ കോസ്റ്റും ഇല്ലാത്ത നോർമൽ പ്രോഫിറ്റ്, റവന്യൂവും കോസ്റ്റും ഈക്വൽ ആകുന്ന പോയിന്റ്, അതാണ് അവരുടെ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, മാർജിനൽ കോസ്റ്റും ആവറേജ് കോസ്റ്റും ഈക്വൽ ആയിരിക്കും. ക്ലിയർ? അതാണ് പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ ഇൻ ദി ലോങ് റണ്ണിൽ പറയുന്നത്. ഓക്കെ.